Okay. Lesson 9, Human Environment. Listen. We live in villages or towns. The location of a village or a town depends on environmental and cultural factors. The size and shape of a settlement varies greatly depending upon the functions it performs and the economic activity. Namkariya. We live in villages or towns. Some of them live in villages. Some of them are in towns. Yes. The location of village or a town depends on environment and cultural factors. നമുക്കറിയാം അതായത് വില്ലേജ് അല്ലെങ്കിൽ ടൗൺ എന്ന് പറയുന്നത് എപ്പോഴും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വില്ലേജസ് ഓർ ടൗൺസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓർ കൾച്ചറൽ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സിറ്റി അല്ലെങ്കിൽ ടൗൺ. The need to carry goods and passengers from one place to another has been felt from the earliest times. Various means of transport are used to this work, while the means of communication carry messages and ideas. Many years ago, communication is very difficult. Communication is very difficult. Traveling also or transportation is also difficult. Nowadays communication is very perfect. Then transportation also. നമുക്കറിയാം communication ഇപ്പൊ നമുക്ക് എന്തെങ്കിലും we want to send a message, send an information. നമ്മൾ എന്ത് ചെയ്യും? We take our phone and send the message. പെട്ടെന്നുള്ള കാര്യം നടന്നില്ലേ? പക്ഷെ പണ്ടത്തെ കാലത്തായിരുന്നു ഒരു കത്തയച്ച് അതങ്ങ് പോയി അവിടെ നിന്ന് തിരിച്ച് റിപ്ലൈ കിട്ടുമ്പോഴത്തേന് ഏകദേശം ഒരു കുറെ കാലം എടുക്കും അല്ലെ? ഇന്ന് നമുക്കറിയാം നമ്മുടെ സിസ്റ്റം ഒക്കെ മാറി. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയാലും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയാലും ഒക്കെ മാറി. എല്ലാം നല്ല ഫെസിലിറ്റി ഉള്ളതായി മാറി. അതിലെ സെറ്റിൽമെന്റ്സ് നമുക്ക് we need a house to live in. A house can be hut, bungalow or an apartment. A cluster of houses form a settlement. A cluster may have few huts or a number of big houses. Large clusters are called towns or cities. എന്താ പറഞ്ഞാൽ നമുക്കറിയാം we need a house to live in. We are all living in house. നമ്മളൊക്കെ ജീവിക്കുന്ന എവിടെയാണ്? വീട്ടിലാണ് താമസിക്കുക. അപ്പൊ we need a house to live in. A house can be hut. എന്താ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഹട്ട് കുടിലായിരിക്കാം, ബംഗ്ലാവ് ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആയിരിക്കാം അല്ലെ? ഫ്ലാറ്റിൽ താമസിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാം, ബംഗ്ലാവിൽ താമസിക്കാം. പക്ഷെ ഇതൊക്കെ താമസിച്ചാലും ഇന്നെന്താ പറയാ? ഹൗസ് എന്നാണ് പറയാ അല്ലെ നമ്മൾ താമസിക്കുന്നതിന് അല്ലെ? യെസ്. എ ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ഫോം എ സെറ്റിൽമെന്റ്. ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ആണ് എന്തുണ്ടാക്കുക? സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. എ ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ഫോം എ സെറ്റിൽമെന്റ്. എ ക്ലസ്റ്റർ may have a few huts or a number of big houses. ഒരു ക്ലസ്റ്ററിൽ എന്തുണ്ടാവും? കുറെ കുഞ്ഞു കുഞ്ഞു വീടുകൾ അല്ലെങ്കിൽ വലിയ വലിയ കുറെ വീടുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ഫോം എ സെറ്റിൽമെന്റ്. അതായത് ഒരു കൂട്ടം ഹൗസ് ചേർന്നാലാണ് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാവുക. ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരു കുറെ കുഞ്ഞു വീടുകള് അല്ലെങ്കിൽ കുറെ വലിയ വലിയ ഹൗസ് ഉണ്ടാവാം. ലാർജ് ക്ലസ്റ്റേഴ്സ് ആർ കോൾഡ് ടൗൺസ് ഓർ വില്ലേജസ്. വലിയ ക്ലസ്റ്ററിനെ നമ്മൾ എന്ത് പറയും? ലാർജ് ക്ലസ്റ്ററിനെ നമ്മൾ എന്ത് പറയും? ടൗൺ അല്ലെങ്കിൽ സിറ്റി എന്ന് പറയും. അപ്പൊ സ്മോൾ ക്ലസ്റ്റർ എന്ന് പറയുന്ന പേരാണ് വില്ലേജസ്. മനസ്സിലായില്ലേ? വില്ലേജ് തന്നെ ഒരുപാട് വീടുകൾ ഉണ്ടാവും. ക്ലസ്റ്ററിലാവുമ്പോഴും അതുപോലെ ഒരുപാട് വലിയ വലിയ വില്ലേജുകൾ വലിയ വലിയ വീടുകൾ ഉണ്ടാവും അല്ലെ? നമുക്കറിയില്ല, ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ സ്മോൾ ക്ലസ്റ്ററിൽ എപ്പോഴും കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും. നേരെ മറിച്ച് നമ്മള് ലാർജ് ക്ലസ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ വലിയ വലിയ ടൗൺസിലേക്ക്, ലാർജ് ക്ലസ്റ്റേഴ്സ് നമ്മൾ പറയാ എന്താ? ടൗൺസ് അല്ലെങ്കിൽ സിറ്റി എന്നാണ്. ടൗൺസിലോ സിറ്റിയിലോ പോയാൽ നമുക്കറിയാം എന്താ? വലിയ വലിയ വീടുകളായിരിക്കും. കോല മേഞ്ഞ വീടൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഷീറ്റിട്ട വീടൊക്കെ ഉണ്ടോ? ഇല്ല, അവിടെ വലിയ രണ്ട് നല്ല സെറ്റപ്പ് ഉള്ള സൂപ്പർ വീടായിരിക്കും. നോക്കേ, the growth and development of a settlement depends upon suitable land, availability of water, favorable climate, fertile soil. ഇത്രയും നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെറ്റിൽമെന്റ്. സെറ്റിൽമെന്റിന്റെ വളർച്ചയ്ക്ക് സഹായകമാവുന്ന 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. There are 4 factors affecting the settlement അല്ലെ? Affecting the growth and development of a settlement. Which are the 4 factors affecting the growth and development of a settlement? First one, suitable land, availability of water, favorable climate, fertile soil. These are the 4 factors affecting growth and development of a settlement. അപ്പോൾ സെറ്റിൽമെന്റിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് suitable land, availability of water, favorable climate, fertile soil.
ഈ 4 ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്ട് ചെയ്യുക. നമുക്കറിയാം നല്ല സ്യൂട്ടബിൾ ആയ ലാൻഡ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിക്കാൻ പോയാലും നമ്മൾ ആദ്യം എന്താ നോക്കുക നമ്മൾ ആദ്യം ടൗണിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ പാസ് എടുക്കുന്ന സ്ഥലത്തിലേക്ക് വഴിയുണ്ടോ, അവിടെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണോ, ഇതൊക്കെയല്ലേ നമ്മൾ നോക്കുക അല്ലെ. അപ്പൊ ദീസ് ആർ ദ 4 ഫാക്ടേഴ്സ് അഫക്ടിങ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ സെറ്റിൽമെന്റ്. ഇനിഷ്യലി 2 ഫാക്ടേഴ്സ് ഹെൽപ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെറ്റിൽമെന്റ്. എന്താ 2 ഫാക്ടേഴ്സ് ഇതിനെ സഹായിക്കും growth and development of a settlement. 2 factors helped the growth and development of a settlement. First one, the farmers had to look after their crop, especially at the time of growing and ripening. Thus, they had to live close to the field. Second one, when the production of food increased, the farmers had enough to feed their families even during the non-cropping season. Thus, they stopped wandering in search of food and settled. ഈ 2 ഫാക്ടേഴ്സ് ആണ് ഈ സെറ്റിൽമെന്റിനെ അഫക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് സഹായിക്കുന്നത്. എന്താ അത് ഒന്ന് നോക്ക്. ഫാർമേഴ്സ് ഹാഡ് ലുക്ക് ആഫ്റ്റർ ദർ ക്രോപ്പ്. അവർ നട്ട കൃഷിനെ അവരെന്ത് ചെയ്യും, പരിപാലിക്കും അല്ലെ. ലുക്ക് ആഫ്റ്റർ ചെയ്യും എന്തിനു വേണ്ടി, എപ്പോ, എസ്പെഷ്യലി അറ്റ് ദ ടൈം ഓഫ് ഗ്രോയിങ് ആൻഡ് റൈപ്പണിങ്. നമ്മൾ കൃഷി നട്ടു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നന്നായി പരിപാലിക്കും. എപ്പോ അത് വിളവെടുക്കാനാവുമ്പോ, അല്ലെങ്കിൽ അത് വളർന്ന് അതെന്താ കായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അല്ലെ. നമുക്കറിയാം നമ്മൾ വീട്ടിൽ പച്ചക്കറി നട്ടാലെന്താ അത് ഏകദേശം നല്ല വളരുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ കെയറിങ് കൊടുക്കും. മാത്രമല്ല അതിന് കായ പിടിക്കാൻ അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാകാൻ പച്ചക്കറി പിടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ കെയറിങ് ആയിരിക്കും അല്ലെ. സെക്കൻഡ് വൺ, ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഇൻക്രീസ്. The farmers had enough to feed their families even during the non-cropping season. എന്താ പറഞ്ഞേ, പ്രൊഡക്ഷൻ കൂടും അല്ലെ, ഫുഡ് പ്രൊഡക്ഷൻ കൂടും. അതെങ്ങനെയാ കൂടുക, നമുക്കറിയാം. നമ്മളിപ്പോ എന്താ പറയാ, കൃഷിയുടെ സീസൺ ആവുമ്പോൾ നമ്മൾ ഫുഡ് കളക്ട് ചെയ്താല് അത് നമുക്ക് ഇല്ലാത്ത സമയത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അരിയൊക്കെ നമുക്കറിയില്ലേ, നെല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നെല്ല് ഉണ്ടാക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമയം കഴിയുമ്പോൾ എന്താ അതിന് വീണ്ടും നമ്മള് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താ ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ അരിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനല്ലേ. These are the 2 factors help to the growth and development. Next paragraph. Most of the early settlements developed along the river valleys. This is because water was readily available and the land was fertile. Most of the early settlements, നമുക്കറിയാം പഴയ കാലത്ത് കുറെ വർഷങ്ങൾ മുമ്പ് ഇങ്ങനെയുള്ള സെറ്റിൽമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടായിരുന്നത്, കൂടുതലും നദീതീരങ്ങളിലാണ്. നമ്മൾ പഠിച്ചല്ലേ, ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചല്ലേ അല്ലെ ഷോണെ. കൂടുതൽ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത് പണ്ടത്തെ കാലങ്ങളിൽ നദീതീരങ്ങളിലാണ്. കാരണം എന്താ, അവിടെ ഒന്ന് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളം എപ്പോഴും കിട്ടും. 2 ഫെർട്ടൈൽ സോയിൽ, നദീതീരങ്ങളിലുള്ള മണ്ണ് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. പിന്നെ favorable climate. These are the causes of people settled near the rivers. Clear? Yes. Then temporary settlements. എന്താ ടെമ്പററി സെറ്റിൽമെന്റ്സ്? ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പററി എന്ന് പറഞ്ഞാല് എന്താ ടെമ്പററി എന്ന് പറഞ്ഞാല് ടെമ്പററിയും പെർമനന്റും തമ്മിൽ വ്യത്യാസം. പെർമനന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരാണ്, ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികം അല്ലെ. യെസ്. ടെമ്പററി സെറ്റിൽമെന്റ് ആർ occupied a short period of time. These are found in forests, hot and cold desert, mountains, etc. People living in such settlements often practice hunting, gathering, fishing, shifting cultivation and transhumance. എന്താ പറഞ്ഞ നോക്ക്, അതായത് ടെമ്പററി സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞാല് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ടെമ്പററി സെറ്റിൽമെന്റ്സ് ആർ ഓക്യുപ്പൈഡ് ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് നാളത്തേക്ക് അല്ലെ. നമുക്കറിയാം കൃഷി ഇറക്കുന്ന സമയത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചില ആൾക്കാർ കൃഷി ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാറില്ലേ, കൃഷിനെ നോക്കാൻ വേണ്ടി. അപ്പൊ അതാണ് ഈ ടെമ്പററി സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത്. ടെമ്പററി സെറ്റിൽമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും, ഷോർട്ട് പീരീഡിലേക്ക് മാത്രമേ ഉണ്ടാവുക. ദീസ് ആർ ഫൗണ്ട് ഇൻ എവിടെയാ കാണപ്പെടുക, ഫോറസ്റ്റ്, ഫോറസ്റ്റ്, അതുപോലെ ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ടിലെ മൗണ്ടെയിൻസിൽ ഇവിടെയൊക്കെയാണ് ഇത് കാണുക, ടെമ്പററി സെറ്റിൽമെന്റ്സ് കാണുക. പീപ്പിൾ ലിവിംഗ് ഇൻ സച്ച് സെറ്റിൽമെന്റ്സ് ഓഫൺ പ്രാക്ടീസ് ഹണ്ടിങ്, ഗ്യാതറിങ്, ഫിഷിങ്, ഷിപ്പിംഗ്, കൾട്ടിവേഷൻ എക്സെട്ര.
But temporary settlements temporary settlements are occupied for a short period. These are found in mountains, then forest, hot and cold deserts, etc. These people engaging in, or these people are practicing in fishing, hunting, then gathering, etc. Then next paragraph. Nowadays, all settlements, big or small, are developed as permanent settlements. They have a layout plan. It includes building for residential purpose, commercial purpose, schools, hospitals, office, and other services. Then cultural and entertainment needs, space for streets, roads, etc. Generally, settlements are classified into two, rural and urban. This is based on the primary function of the settlement. നമുക്കറിയാം ഇന്നത്തെ സെറ്റിൽമെന്റ്സ് എന്താ, ബിഗ് ആണ് അല്ലെങ്കിൽ സ്മോൾ ആയതും ബിഗ് ആയതുമായ സെറ്റിൽമെന്റ്സ് ഉണ്ട് അല്ലെ. ഇനി ഈ ബിഗ് ആൻഡ് സ്മോൾ സെറ്റിൽമെന്റ്സ് ആർ ഡെവലപ്ഡ് ആസ് പെർമനന്റ് സെറ്റിൽമെന്റ്സ്. ഇതാണെന്ത് പെർമനന്റ് സെറ്റിൽമെന്റ്സ്. Okay. Then നമ്മൾ പറഞ്ഞു പെർമനന്റ് സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ്സിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. സെറ്റിൽമെന്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. Settlements can be divided into two, rural settlement and urban settlement. Rural settlement and urban settlement. Villages are known as rural settlements. They depend on agriculture and related occupations. The surrounding agricultural land is also part of the village. Villages are also found in coastal areas where fishing is the main occupation. Many villages have developed cottage industries based on local raw materials and needs. Villages are known as rural settlement. അതായത് വില്ലേജുകളിലെ സെറ്റിൽമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് റൂറൽ സെറ്റിൽമെന്റ്. Villages are known as rural settlement. They depend on agriculture and related occupations. അപ്പൊ റൂറൽ സെറ്റിൽമെന്റ്സ് എപ്പോഴും ഏതുമായി റിലേറ്റഡ് ആണ്, അഗ്രികൾച്ചറുമായി റിലേറ്റഡ് ആണ്. മനസ്സിലായോ? Rural settlements are known as rural settlements are in villages. These settlements are related with agriculture and other related occupations. ഈ കൃഷി അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഈ റൂറൽ സെറ്റിൽമെന്റ്സ്. And then cottage industry, കുടിൽ വ്യവസായങ്ങളും ഫിഷിംഗ് ഇതൊക്കെ ഏതിൽ വരും റൂറൽ സെറ്റിൽമെന്റ്സിൽ വരും. A rural settlement has few houses and limited utility and local services. This includes a market, school, post office, primary health center, etc. The shape of rural settlements can be of various types like compact, staggered, linear, and radial. Rural settlements has few houses and limited utility. Rural settlements കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് 2 houses ആണ് ഉണ്ടാവുക. മാത്രല്ല ആൻഡ് ലിമിറ്റഡ് യൂട്ടിലിറ്റി കുറവായിരിക്കും, യൂട്ടിലിറ്റിക്ക് പരിധിയുണ്ട്. This includes ഇതിനൊക്കെ പെടും മാർക്കറ്റ്സ്, സ്കൂള്, പോസ്റ്റ് ഓഫീസ്, പ്രൈമറി ഹെൽത്ത് സെന്റർ, എക്സെട്ര. ക്ലിയർ? For rural settlements are villages. Villages are known as rural settlements. These village settlements are dependent on agriculture or other related occupations. Then fishing, cottage industries, etc. Then rural settlement has few houses and limited utility. Then post offices, school, markets, primary health center, etc. are including in
rural settlement. Second one is compact settlement. അതിന് മാത്രമല്ല ഈ റൂറൽ സെറ്റിൽമെന്റിൽ മൂന്നെണ്ണമുണ്ട് വേറെ. കോമ്പാക്ട്, സ്കാറ്റേർഡ്, ലീനിയർ ആൻഡ് റേഡിയൽ. ക്ലിയർ? കോമ്പാക്ട് സെറ്റിൽമെന്റ്, സ്കാറ്റേർഡ് സെറ്റിൽമെന്റ്, linear settlement, radial settlement. These are included in rural settlement. Rural settlements രണ്ടായി തിരിച്ചിട്ടുണ്ട്. Settlements can be divided into two, rural settlement and urban settlements. Then rural settlements are in villages. These are related with the agriculture or other related occupations. Then post office, markets, school, etc. are included in rural settlements. Then rural settlements are related with the other four settlements such as compact settlements, then linear settlement, scattered settlement, radial settlement. Clear? Okay. For compact settlement, first one is compact settlement. Compact settlements have houses built very close to each other. They have narrow, winding streets. Such settlements are mostly found in fertile river valleys and plains. അപ്പൊ ഷോണേ ഇത്രയും നേരം തനിയെ ഞാൻ ക്ലാസ് എടുക്കായിരുന്നു കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ലിങ്ക് കണ്ടോട്ടെ നോക്കി തനിയെ ക്ലാസ് എടുക്കും. എന്താ ചെയ്യാ? ഇപ്പൊ കോമ്പാക്ട് ലിങ്ക് കാണണേ. ഇപ്പൊ കോമ്പാക്ട് സെറ്റിൽമെന്റ്, അതായത് റൂറൽ സെറ്റിൽമെന്റിനെ നാലായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? കോമ്പാക്ട്, സ്കാറ്റേർഡ്, ലീനിയർ, റേഡിയൽ. അതിൽ ഒന്നാമത്തത് കോമ്പാക്ട് സെറ്റിൽമെന്റ്. കോമ്പാക്ട് സെറ്റിൽമെന്റ് ഹാവ് ഹൗസസ് വിത്ത് വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതായത് കോമ്പാക്ട് സെറ്റിൽമെന്റ് പ്രത്യേകത എന്താ? വീടുകൾ അടുത്തടുത്തായിരിക്കും. ഓരോ വീടും മുട്ടി മുട്ടി വീടുകൾ. They have narrow, ഇടുങ്ങിയതായിരിക്കും. Winding streets. Such settlements are mostly found in fertile river valleys and plains. അതായത് കോമ്പാക്ട് സെറ്റിൽമെന്റ്സ് കാണാൻ സാധിക്കുന്നത് റിവർ വാലീസിലെ അല്ലെങ്കിൽ എന്താ പറയാ പ്ലെയിൻസിലൊക്കെയാണ് ഈ കോമ്പാക്ട് സെറ്റിൽമെന്റ്സ് കാണപ്പെടുക. കോമ്പാക്ട് സെറ്റിൽമെന്റ്സ് കാണപ്പെടുന്നത് പ്ലെയിൻസിലും റിവർ വാലീസിലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൗസസ് ആർ ബിൽറ്റ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇവിടെ അടുത്തടുത്തായിരിക്കും വീട് ഉണ്ടാവുക, മുട്ടി മുട്ടി വീടുകൾ. Second one, scattered settlement. Scattered settlements are mostly found in forested areas, hilly regions and deserts. The houses are scattered over a large area. രണ്ടാമത്തെയാണ് സ്കാറ്റേർഡ് സെറ്റിൽമെന്റ്. സ്കാറ്റേർഡ് സെറ്റിൽമെന്റ് അത് കാണപ്പെടുന്നത് ഫോറസ്റ്റഡ് ഏരിയാസിലാണ്. അതായത് നമ്മൾ പറഞ്ഞു കോമ്പാക്ട് സെറ്റിൽമെന്റ് കാണുന്നത് നദീതീരങ്ങളിലാണ് അല്ലെങ്കിൽ പ്ലെയിൻസിലാണ്. പക്ഷേ സ്കാറ്റേർഡ് സെറ്റിൽമെന്റ്സ് കാണപ്പെടുന്നത് ഹില്ലി റീജിയൻസില്, ഡെസേർട്സില്, അതുപോലെ ഫോറസ്റ്റിലൊക്കെയാണ്. Scattered settlements are found in forest, hilly areas, deserts, etc. Then third one, linear settlements. Linear settlements develop along a road, the river or a canal. They have rows of houses facing each other. മൂന്നാമത്തത് linear settlements ആണ്. അതെന്താ? long road, develop along a road, then a river or canal. They have row of houses. വരിവരിയായ വീടുകൾ ഉണ്ടാവും, facing each other. പരസ്പരം ഫേസ് ചെയ്തിട്ടുള്ള എന്താ പറയാ റോ ആയിട്ടാണ് വീടുണ്ടാവുക. ലാസ്റ്റ് വൺ, റേഡിയൽ സെറ്റിൽമെന്റ്. റേഡിയൽ സെറ്റിൽമെന്റ്സ് പറഞ്ഞാല് streets radiate from a common point in all directions. The houses are built along the streets. അപ്പം നാലാമത്തതാണ് റേഡിയൽ സെറ്റിൽമെന്റ്. റേഡിയൽ സെറ്റിൽമെന്റ് പറഞ്ഞാൽ streets radiate from common point of all direction. Clear? ഒന്ന് വായിച്ചു നോക്കിയേ ഷോണേ.
വായിച്ചു നോക്കിയേ മോനെ ഷോണെ, ആദ്യം മുതലേ ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്തത് അർബൻ സെറ്റിൽമെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ അർബൻ സെറ്റിൽമെന്റ്. Urban settlements നോക്കി. Next one. Urban settlements are characterized by non-agricultural functions such as industry, trade and commerce, administration, transport, utility service like education, hospitals, entertainment, etc. In some urban areas, there is no difference between residential and commercial areas. The shops are on the ground floor and people stay in the upper floors. Urban settlements are generally classified on the basis of economic activities they perform. They can be classified as, അതായത് നമ്മൾ പറഞ്ഞു റൂറൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാല് റിലേറ്റഡ് ആണ് ഏതുമായി, അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ അതർ റിലേറ്റഡ് ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞത്, എന്തൊക്കെയാ പറഞ്ഞത് അതില്, പിന്നെ സ്കൂൾസ്, പോസ്റ്റ് ഓഫീസ്, പ്രൈമറി എഡ്യൂക്കേഷൻ ഒക്കെ അതിൽ പെട്ടു അല്ലെ. അതുപോലെ റൂറൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധം നോൺ അഗ്രികൾച്ചറൽ ആണ്, അഗ്രികൾച്ചറുമായി ബന്ധമില്ലാത്ത സെറ്റിൽമെന്റ്. അതായത് എന്താ, അഡ്മിനിസ്ട്രേഷൻ ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, പിന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടതാവും, പിന്നെയോ യൂട്ടിലിറ്റി സർവീസ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്ത പാരഗ്രാഫ് അടുത്തത് അതിൽ പറയണേ, അർബൻ സെറ്റിൽമെന്റിനെ എന്തിനാ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അർബൻ സെറ്റിൽമെന്റ്സ് ആർ നോൺ അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് അല്ലെ, entirely different from rural settlements. Then urban settlements are generally classified on the basis of economic activities. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഈ റൂറൽ സെറ്റിൽമെന്റ് അർബൻ സെറ്റിൽമെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, ഡിഫൻസ് ടൗൺസ്, കൾച്ചറൽ ടൗൺസ്, ഇൻഡസ്ട്രിയൽ ടൗൺസ്, ജംഗ്ഷൻ ടൗൺസ്. ക്ലിയർ? Urban settlements are classified into five on the basis of which one? On the basis of economic activities. Economic activities ന്റെ അടിസ്ഥാനത്തില് അർബൻ സെറ്റിൽമെന്റ്സിനെ 5 ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, രണ്ടാമത്തത് ഡിഫൻസ് ടൗൺസ്, മൂന്നാമത്തത് കൾച്ചറൽ ടൗൺസ്, നാലാമത്തത് ഇൻഡസ്ട്രിയൽ ടൗൺസ്, അഞ്ചാമത്തത് ജംഗ്ഷൻ ടൗൺസ്. ഇതൊക്കെ അർബൻ സെറ്റിൽമെന്റ്സിൽ വരുന്നതാണ്. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തില് അർബൻ സെറ്റിൽമെന്റ്സിനെ 5 ആയി തരംതിരിച്ചതാണ് ഇതൊക്കെ അല്ലെ. അതെന്താ? ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്. എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് പറഞ്ഞാല്? ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്താ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് പറഞ്ഞാല് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് ആർ ക്യാപിറ്റൽ സിറ്റി ലൈക്ക് ന്യൂഡൽഹി, വാഷിംഗ്ടൺ, ദെൻ DC ആൻഡ് കാൻബറ. അതായത് ക്യാപിറ്റൽ സിറ്റീസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ സിറ്റീസ് ആണ്. അത് ന്യൂഡൽഹി പോലുള്ള ക്യാപിറ്റൽ സിറ്റീസ് ആണ് ഇതിൽ വരിക, അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസിൽ വരിക. സെക്കൻഡ് വൺ ഡിഫൻസ് ടൗൺസ്. എന്താ ഡിഫൻസ് ടൗൺസ് എന്ന് പറഞ്ഞാല്?
എന്താ ഡിഫൻസ് ടൗൺസ് എന്ന് പറയുന്നത്? ഡിഫൻസ് ടൗൺസ് ആർ സെന്റേഴ്സ് ഓഫ് മിലിറ്ററി ആക്ടിവിറ്റി ലൈക്ക് മോ ആൻഡ് ബറക്പൂർ. എന്താ പറഞ്ഞേ? ഡിഫൻസ് ടൗൺസ് ആണ്. ഡിഫൻസ് ടൗൺസ് ആർ സെന്റേഴ്സ് ഓഫ് മിലിറ്ററി ആക്ടിവിറ്റി. മിലിറ്ററി ആക്ടിവിറ്റീസ് ആണ്. മിലിറ്ററി ആക്ടിവിറ്റീസ് അതായത് മോയും അതുപോലെ ബറക്പൂർ ഒക്കെ പോലെയുള്ള മിലിറ്ററി ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരിക, ഡിഫൻസ് ടൗൺസിൽ വരിക. മൂന്നാമത്തത് കൾച്ചറൽ ടൗൺസ്. കൾച്ചറൽ ടൗൺസിൽ എന്താ പറയാ? റിലീജിയസ് സെന്റേഴ്സ്, മതകേന്ദ്രങ്ങൾ. അതായത് അയോധ്യ, മക്ക, മദീന, ജെറുസലേം അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതുപോലെ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ്, ഓക്സ്ഫോർഡ് ഒക്കെ ഇല്ലേ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വരുന്നത് കൾച്ചറൽ ടൗൺസിലാണ്. നാലാമത്തത് ഇൻഡസ്ട്രിയൽ ടൗൺസ്. ഇൻഡസ്ട്രിയൽ ടൗൺസ് അതായത് ജംഷഡ്പൂർ, ദുർഗാപൂർ, അഹമ്മദാബാദ്, റൂർക്കല, അതൊക്കെ വ്യാപാര കേന്ദ്രങ്ങൾ. നാലാമത്തത് ജംഗ്ഷൻ ടൗൺസ്. എന്താ ജംഗ്ഷൻ ടൗൺസ് എന്ന് പറഞ്ഞാല്? അത് ക്രോസ് റോഡ്സ് ഓഫ് മേജർ റോഡ് ഓർ റെയിൽവേസ്. മുഗൾ, സാരായ്, ചിക്കാഗോ അങ്ങനെയുള്ളത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മള് അർബൻ സെറ്റിൽമെന്റ്സിനെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അർബൻ സെറ്റിൽമെന്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് 5 ഓൺ ദി ബേസിസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്. അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ് എന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ സിറ്റീസ് ലൈക്ക് ഡൽഹി പോലുള്ള ക്യാപിറ്റൽ സിറ്റീസ്. സെക്കൻഡ് വൺ ഡിഫൻസ് ടൗൺസ്. ഡിഫൻസ് ടൗൺസ് പറഞ്ഞാല് സെന്റേഴ്സ് ഓഫ് മിലിറ്ററി ആക്ടിവിറ്റി. മിലിറ്ററി കേന്ദ്രങ്ങളിലെ മിലിറ്ററിയുടെ കേന്ദ്രങ്ങള്, പട്ടാള കേന്ദ്രങ്ങൾ, അതായത് മോയും ബറാക്പൂറൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ. മൂന്നാമത്തത് കൾച്ചറൽ ആക്ടിവിറ്റീസ്. കൾച്ചറൽ ആക്ടിവിറ്റീസ് വരുന്നത് റിലീജിയസ് സെന്റേഴ്സ് ഓർ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ്. മതപരമായ കേന്ദ്രങ്ങൾ, മതകേന്ദ്രങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും. നിങ്ങൾ കേട്ടില്ലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി? കേട്ടില്ലേ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി, ശാന്തി നികേതൻ, പിന്നെ നമ്മുടെ മുസ്ലിംസിന്റെ ഫേമസ് ആയ മക്ക, മദീന, ജെറുസലേം, അയോധ്യ, ഓരോ മതത്തിന്റെയും അതൊക്കെയാണ് ഇതിൽ വരിക, കൾച്ചറൽ ടൗൺസിൽ വരിക. പിന്നെ ഇൻഡസ്ട്രിയൽ ടൗൺസിൽ നമ്മൾ പറഞ്ഞു ഇരുമ്പ് വ്യവസായ കേന്ദ്രങ്ങൾ, റൂർക്കലയൊക്കെ ഇല്ലേ, റൂർക്കല, അഹമ്മദാബാദ്, അതൊക്കെ വരുന്നത് എതിരെ ഇൻഡസ്ട്രിയൽ ടൗൺസ്. പിന്നെ ജംഗ്ഷൻ ടൗൺസ് എന്ന് പറഞ്ഞാല് located at the crossroads of major roads or railways. കുറെ മേജർ റോഡ്സ് വരുന്ന ക്രോസ് റോഡ്സിലാണ് എന്ത് വരിക? നമ്മുടെ ജംഗ്ഷൻ. അതായത് മുഗൾ സാരൈ, ചിക്കാഗോ, മോസ്കോ ആർ സം എക്സാമ്പിൾസ്. ക്ലിയർ? വായിച്ചു നോക്കിയേ മോനെ, വായിച്ചു നോക്കിയേ. ഷോണേ മോനെ ഇത്രയും എടുത്തു. ഇനി നമുക്ക് ഇന്ന് പീരീഡ് ഇല്ല, അടുത്ത ദിവസം എടുക്കേണ്ടത് റൂറൽ അർബൻ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. അത് നമ്മളെ റെയിൽവേയും റോഡ്വേസ്, റെയിൽവേസ്, വാട്ടർവേസ് ഒക്കെ വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.